എന്തായാലും വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13 കാര്യമായി സംസാരിച്ചു 24 വാർത്താ സംഘം. നാട്ടിലേക്ക് പോകാൻ സന്തോഷം എന്നാണ് പെൺകുട്ടി 24നോട് പറഞ്ഞത്. നിലവിൽ വിശാഖപട്ടണത്ത് ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സുരക്ഷിതയാണ് പെൺകുട്ടി. പെൺകുട്ടിയുമായി സംസാരിച്ച 24 പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ വിശാഖപട്ടണത്ത് ചേരുകയാണ്. ശ്രീനാഥ്, കുട്ടി എന്താണ് പറയുന്നത്? എന്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്? പഠനമടക്കം അവളുടെ മുന്നോട്ടേക്കുള്ള ജീവിത സ്വപ്നങ്ങൾ തേടി തന്നെയാകുമോ കുട്ടി പോയത്? ശ്രീനാഥ്. ഹാഷ്മി, പെൺകുട്ടിയുമായി അല്പസമയം മുമ്പാണ് നമ്മൾ സംസാരിച്ചത്. വിശാഖപട്ടണത്തെ ഗേൾസ് ഹോമിനകത്ത് ചെന്ന് ആദ്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുമായി നമ്മൾ സംസാരിച്ചു. അതിനുശേഷമാണ് പെൺകുട്ടിയുമായി സംസാരിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ പോലും പെൺകുട്ടിയോട് ഒരുപാട് സമയം സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല. കാരണം വലിയൊരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ഈ ഘട്ടത്തിൽ അതിനെ സമ്മർദ്ദപ്പെടുത്തുന്നത് ശരിയുമല്ല. നാട്ടിലേക്ക് പോകാൻ റെഡിയാണോ എന്ന് വളരെ തമാശ രൂപേണ അല്ലെങ്കിൽ കുറച്ച് ലളിതമായ രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചത്. കുട്ടി തയ്യാറാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ കൊണ്ടുപോകാനുള്ള ആളുകളൊക്കെ വരും, സന്തോഷമായിട്ട് പോകണം, ഇനി പേടിക്കേണ്ടതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടി വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. കുറച്ച് ശ്രദ്ധയോടെ കേട്ടാൽ മാത്രമേ എന്താണ് പറയുന്നത് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇന്നലത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി എന്നതാണ് മലയാള സമാജം പ്രവർത്തകർ പറയുന്നത്. കാരണം ഇന്ന് രാവിലെ അവർ പെൺകുട്ടിയെ നേരിൽ കണ്ട് ഏതാണ്ട് അരമണിക്കൂറോളം സംസാരിച്ചാണ്. ഇന്നലെ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് വലിയ സമ്മർദ്ദം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് അവശത പെൺകുട്ടി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഒരുപാട് സമയം ഇരുന്നതിൻ്റെ അവശതകളുണ്ട്. ഒപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ വന്നു പെട്ടതിൻ്റെ ഒരു അങ്കലാപ്പം കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് RPF-നെ ഏൽപ്പിക്കുന്നത്. അവിടെ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത് അർദ്ധരാത്രിയോടെ വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പെൺകുട്ടി കൂടുതൽ ഊർജ്ജസ്വലയായിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം കൂട്ടുകാരൊക്കെ ഉണ്ട്. കാരണം ഇതൊരു വലിയൊരു ഗേൾസ് ഹോമാണ്. ഇവിടെ പലതരത്തിൽ എത്തിപ്പെട്ട നിരവധി കുട്ടികളുണ്ട്. ഒരു ചെറിയ സ്കൂളും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെയായി ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മുറിയിലേക്കൊന്നും ഒതുക്കപ്പെട്ട നിലയിലല്ല, കുട്ടികളൊക്കെയായി ആ വലിയൊരു ക്യാമ്പസിൽ ഇങ്ങനെ നടക്കുകയാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് പുതിയ കൂട്ടുകാരൊക്കെയായി ജീവിതത്തിൻ്റെ നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ പതിയെ ഒരു പഴയ താളത്തിലേക്ക് ഇങ്ങനെ പതിയെ മടങ്ങി വരികയാണ് കുട്ടി. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നിയമ നടപടികളോ മറ്റു നടപടിക്രമങ്ങളോ ഇവിടെയില്ല. ഉച്ചയ്ക്ക് ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ പെൺകുട്ടിയുമായി ഒരിക്കൽ കൂടി സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം കുട്ടിക്ക് മേലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് കണക്കെയുള്ള ഒരു സംഭാഷണമായിരിക്കും അത്. നാളെ ഏതാണ്ട് 6 മണിയോടെ വിജയവാഡയിൽ പോലീസ് സംഘം എത്തും. അവിടെ നിന്ന് 6 മണിക്കൂർ യാത്രയുണ്ട് ബൈ റോഡ് ഇങ്ങോട്ട്. ഏതാണ്ട് ഒരു 12 മണിയോടെ ഇവിടെ പോലീസ് സംഘം എത്തിയാൽ അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നതാണ് ഇവിടെയുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും പറയുന്നത്. മറ്റ് വലിയ നടപടിക്രമങ്ങളില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറണം. ഒപ്പം പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ബന്ധുക്കളുമായുള്ള അതിൻ്റെ ഒരു ബന്ധം തെളിയിക്കുന്ന ചില രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ അടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പോലീസ് സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിന് കൈമാറുകയും ചെയ്തു. അതിനുശേഷം പെൺകുട്ടി പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് അതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനൊക്കെയുള്ള അനുമതി ഉണ്ടാകും. ഇനി അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് കുട്ടി ആരോഗ്യവതിയാണ്, ഭക്ഷണം കഴിച്ചു, ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അടുത്ത ഘട്ടം എന്തിനാണ് ആ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയത്, ഈ പറയുന്നതിനപ്പുറം വേറെ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ടോ, പഠനമടക്കമുള്ള പ്രതിസന്ധി എവിടെയുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ചോദിക്കാനും അതിന് പരിഹാരം കാണാനും ഒക്കെയുള്ള സംവിധാനം, സർക്കാർ സംവിധാനം നമുക്കുണ്ട്. ഇനിയൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങേണ്ട കാര്യം. ആ കുട്ടിയുടെ കാര്യത്തിൽ നമുക്കിനി ഉത്തരവാദിത്വം, ബാധ്യതയും കടപ്പാടും ഒക്കെ ഉണ്ട്. കാര്യം അത് നമ്മുടെ നാടിൻ്റെ കുട്ടിയാണ്.